ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ വസയസ്ലൗന സഈറാ. നരകത്തിന്റെ നാലാമത്തെ കവാടമാര സഈറില്ലേ, ആ സഈറിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗമാരാണ് ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ദുൽമാ. അക്രമപരമായി അനാഥ മക്കളുടെ സ്വത്ത് കഴിക്കുന്നവരാണ്. യതീമീങ്ങൾക്ക് അർഹതപ്പെട്ട, യതീമീങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കഴിക്കുന്നവരാണ്. യഅകുലൂന ഫീ ബുത്തൂനിഹിം നാറാ. അവരുടെ വയറ്റിലേക്ക് അവര് കഴിക്കുന്നത് നരകത്തിന്റെ തീയാണ്. വസയസ്ലൗന സഈറാ. അവരെ സഈർ എന്ന് പറയുന്ന നരകത്തിന്റെ നാലാമത്തെ കവാടത്തിൽ കടത്തുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. യതീം ഖാന നടത്തുന്നവര്, യതീം മക്കളുടെ പേര് പറഞ്ഞ് വയറ് വളർത്തുന്നവര്, യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ പോയി പണം പിരിക്കുന്നവര്, യതീമിന്റെ പേര് പറഞ്ഞുകൊണ്ട് വസ്തു വാങ്ങുന്നവര്, യതീംഖാന നടത്തിയിട്ട് മോളെ കെട്ടിച്ചവര്, യതീംഖാന നടത്തിയിട്ട് വലിയ വാഹനമെടുത്തവര്, അതിന്റെ 1 രൂപയെങ്കിലും യതീമക്കൾക്ക് അർഹതപ്പെട്ട പൈസയാണെങ്കിൽ മോനെ, നീ ആലിമാകട്ടെ, നീ ജാഹിലാകട്ടെ, നീ കൊടികെട്ടിയ പണ്ഡിതനാകട്ടെ, യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ. വജത്തിലേക്ക് കഴിക്കുന്നൊരു നരകത്തിന്റെ തീയാണ്. വസയസ്ലൗന സഈറാ. അവർക്ക് സഈർ എന്ന നരകത്തിന്റെ നാലാമത്തെ കവാടമാണ്. പക്ഷേ ഇഖ്ലാസോടെ യതീംഖാന നടത്തുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. 1 രൂപ പോലും ഹറാമായ രീതിയിലൂടെ അനാഥ മക്കൾക്ക് അർഹതപ്പെട്ട പണം അടിച്ചു മാറ്റാറ്, കൈയിട്ട് വാരാറ്, 1 രൂപ പോലും പാഴാക്കാറ്, തൊട്ടാൽ പൊള്ളുന്ന പണം പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അവർക്ക് വല്ലാത്ത കൂലിയാണ്. പൊതുമുതൽ എന്നും അങ്ങനെ തന്നെയാണ്. യതീമക്കളുടെ സ്വത്തൊന്നു മാത്രമല്ല, അള്ളാന്റെ പള്ളിയുടെ സ്വത്തുണ്ടല്ലോ. കാണിക്ക വഞ്ചി പൊട്ടിച്ചുകൊണ്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഇരുന്ന് വളഞ്ഞിരുന്ന് എണ്ണുകയാണ്. അതിൽ നിന്ന് 1 രൂപയുടെ നാണയത്തൊട്ടറിയാതെ എണ്ണം തെറ്റിപ്പോയി. നീ എടുത്തിട്ടില്ല, എണ്ണം തെറ്റിയത് മാത്രമാണ് ചെയ്തത് എന്നതുപോലും ഹറാമാണ് മോനെ. ഇന്ന് സംഘടനകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് അറബി കോളേജിന്റെ അനാഥ മന്ദിരങ്ങളുടെ അവസ്ഥ എന്താണ്? ഇഖ്ലാസുള്ള പടച്ചോനെ പേടിയുള്ളവരെല്ലാം നടത്തുന്നതെങ്കിൽ വല്ലാത്ത അപകടം തന്നെ. നിന്റെ നരകത്തിന് പിന്നെ വേറെങ്ങും പോണ്ട. പള്ളിയുടെ ഓഫീസ് റൂമിൽ ഇരുന്നു കൊണ്ട് ജമാഅത്തിന്റെ വകയുള്ള പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് രജിസ്റ്റർ ബുക്ക് വരയിട്ട് കൊണ്ടിരിക്കുമ്പോ നിന്റെ 9 വയസ്സുള്ള മോള് ഓടി വരുന്ന ഉപ്പാ, പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടില്ല ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ടുവരുമ്പോ പള്ളിയുടെ ഓഫീസ് റൂമിലിരുന്ന് പൊതുമുതൽ ഉപയോഗിച്ച് വാങ്ങിയ പള്ളിയുടെ പേനയുണ്ടല്ലോ, ആ പേന കൊണ്ട് 9 വയസ്സുകാരിയാറ് പൊന്നുമോളുടെ പ്രോഗ്രസ് കാർഡിലേക്ക് നീ ഒരു വര ഇങ്ങനെ ഒപ്പായിട്ടിട്ട് കൊടുത്താ നിനക്ക് നരകം നിർബന്ധമാണ്. ഇത് കളിയല്ല മോനെ, ഇത് തമാശയല്ല. പള്ളിയുടെ പൈസ എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന കാപാലികന്മാരുടെ കൈകളിലല്ലേ ഇന്ന് കേരളത്തിന്റെ ഒട്ടുമിക്ക പള്ളികളും സ്ഥിതി ചെയ്യുന്നത്. ഇമാമിങ്ങൾക്ക് വല്ലതും മിണ്ടാൻ പറ്റോ? മിണ്ടിയാലും തല പോയില്ലേ. കേരളത്തിൽ ഒരൊറ്റ പള്ളിയിലും പിന്നെ ജോലി ചെയ്യാൻ പറ്റൂല. പിന്നെ പെൺവാണിഭത്തിന്റെ നോട്ടീസ് അടിച്ചിറക്കി ഏത് പള്ളിയിൽ പാവപ്പെട്ട ഉസ്താദ് പോയിരുന്നാലും പാരയും ഫിത്തനയുമായിട്ട് ആളെ വിട്ടുകൊണ്ട് ലോകത്തൊരുപാട് പ്രശ്നമുണ്ടാക്കുന്ന പണപ്പൊതിയന്മാരെ, ഒരു ഉസ്താദിന് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഉസ്താദിന് നല്ലതുപോലെ നെഞ്ചു വിരിച്ചിരുന്നുകൊണ്ട് പലിശക്കെതിരെ പ്രസംഗിക്കാൻ പറ്റോ? അങ്ങനെ പ്രസംഗിച്ചാൽ പലിശ ഹറാമാണ്, അവര് നരകത്തിന്റെ തീയാണെന്ന് പ്രസംഗിച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ ഒരാൾ എഴുന്നേറ്റ് പറയും, പൊതിയോ ഉണ്ടായിരിക്കും, ആരും പോവരുത്. എന്താ? പിരിച്ചുവിടാൻ ഖത്തം പോകയാ, മതി. ഉസ്താദെ നല്ല സ്വരം രാഗം ഒക്കെ കൊള്ളാം, പക്ഷെ ഇവിടെ ശരിയാവില്ല പറഞ്ഞു.
വ്യഭിചാരത്തിനെതിരെ പ്രസംഗിച്ചാലോ പല പ്രാവശ്യവും തലയിൽ മുണ്ടിട്ട് ഓടിപ്പോയി ചെറുപ്പക്കാരെ പിടിച്ച് കൂമ്പുളക്ക് ഇടി കൊടുത്ത ആളായിരിക്കും അവിടുത്തെ കമ്മിറ്റിയുടെ മെയിൻ ആള്. വ്യഭിചാരത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അവര് വിചാരിക്കും ഇത് ഇവര് പണി കൊടുത്ത് പറയിപ്പിക്കുന്നതാ, പൊതുയോഗം ഉണ്ടായിരിക്കും, ആരും പോകരുത്. അപ്പോഴും പണി വിചാരിക്കാൻ കിട്ടും. എത്ര സ്ഥലത്ത് ഇതൊന്നും പറയാതിരിക്കാൻ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് അവര് വരുമ്പോ ഇടനേറ്റ് നിൽക്കുന്ന 3000 രൂപ ശമ്പളം വാങ്ങുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, അല്ലാന്റെ കോടതിയുണ്ട് മോനെ, ഷാറുവാക്കവിക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിവരമില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് വിവരമുള്ളവർ തെറ്റ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്നത്. പ്രവാചകന്മാരില്ലാത്തവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ 7 ഇരട്ടിയാണ് തെറ്റ് ചെയ്യുന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നത്. തഴവ ഉസ്താദിന്റെ മഖാമിന് മുന്നിൽ നിന്ന് യാസീനോദി ഞാനും എന്റെ സുഹൃത്തുക്കളും ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരിക്കലും ഇല്ലാത്ത ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് കൊണ്ടുവരുതെന്നാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവര്, നിങ്ങൾ ആരെയും അടച്ചേഷിപ്പിക്കാനല്ല, നിങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അഹങ്കാരത്തിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ ആരും കരുതല്ലേ. അള്ളാന്റെ കോടതി മറക്കല്ലേ. നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോ പലിശക്കാരന്റെ തലോടൽ കാണൂല്ല, വ്യഭിചാരിയുടെ സന്തോഷം കാണൂല്ല, അതേ രാഷ്ട്രീയ മേലാളന്മാരുടെ താങ്ങലും തടവലും കാണൂല. ഒറ്റയ്ക്കാണ് മോനെ, ഒറ്റയ്ക്കാണ് മോനെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അനാഥ മക്കളെ തൊട്ടുള്ള കളി വേണ്ട. യതീമക്കളുണ്ടോ അവരെ ശ്രദ്ധിക്കണേ. ഒരു അനാഥ പെൺകുട്ടിയുടെ കല്യാണം എന്നറിഞ്ഞാൽ, വാപ്പയില്ലാതെ വളർന്ന പൊന്നുമോൾ എനിക്കാണെന്നറിഞ്ഞാ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യണേ, നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണേ. അതിനല്ലാന്റെ മുന്നിൽ വല്ലാത്ത കൂലിയാണ്, അതൊരിക്കലും പാഴായി പോവില്ല. കഴിവിന്റെ പരമാവധി അനാഥ മക്കളെ സ്നേഹിക്കാൻ പറ്റോ, സന്തോഷിപ്പിക്കാൻ പറ്റോ, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റോ, അവിടെ വിവാഹത്തിന് സഹായിക്കാൻ പറ്റോ, അത് വല്ലാത്ത സന്തോഷമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ വാപ്പയില്ലാത്ത മക്കള് ഇപ്പൊ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കരയുന്നുണ്ടാവും. ശരിയാണ് ഉസ്താദേ, വാപ്പ മരിക്കുമ്പോഴാണ് വാപ്പാടെ വിലയെറിയുന്നത്. ഏറ്റവും വലിയ തീബാഹി ദുനിയാവിൽ ജീവിച്ച ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന് പറയുന്ന മദീനത്തിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇവിടെ എന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് റസൂലുള്ള ചെയ്യുന്ന ഒരുപാട് വസിയത്തുകളുണ്ട്. ആ വസിയത്തിൽ ഒന്നെന്താ, അനവക്കാഫിലുൽ യതീമി ഹാകദാ ഫിൽ ജന്ന. അനാഥ മക്കളെ സംരക്ഷിക്കുന്നവരും ഞാനും ഈ 2 വിരല് പോലെ ചേർന്നിരിക്കും സ്വർഗത്തിലെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അനാഥ മക്കൾ അത്രത്തോളം പൊട്ടിക്കരയുന്നത് കൊണ്ടാണ്, അനാഥ മക്കൾ അത്രത്തോളം കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വേദനിപ്പിക്കല്ലേ. നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കയറുന്ന, നിങ്ങളുടെ വീട്ടിലേക്ക് പിരിവിന് വരുന്ന കലണ്ടർ കൊണ്ടുവരുന്ന, രസീതും കൊണ്ടുവരുന്ന യതീമക്കളെ ആക്ഷേപിക്കല്ലേ. കൊടുക്കാനൊന്നുമില്ലെങ്കിലും പറഞ്ഞു വിട്ടോ, അല്ലാതെ അവരെ കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു വിടല്ലേ. ഒരനാഥ കുഞ്ഞ് നമ്മൾ കാരണമായി കരഞ്ഞ് ആ കണ്ണുനീര് ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് വീണ രക്ഷയില്ല മുസ്ലിമേ. അനാഥരാകുമ്പോഴാണ് അതിന്റെ സങ്കടം നിങ്ങൾക്കറിയുന്നത്. നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളില്ലാതെ ജീവിക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 4 വയസ്സുകാർ, നിന്റെ മടിത്തട്ടിലിരിക്കുന്ന 3 വയസ്സുകാര്, നിന്റെ സഹാരമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത 10 വയസ്സുകാര്, നീ പെട്ടെന്നങ്ങ് മരിച്ചുപോയാ പെരുന്നാളിന്റെ ഒരു ഷർട്ട് വാങ്ങി കൊടുക്കാൻ ആരാ ഉള്ളത്? പെരുന്നാളിന്റെ ഒരു നേരത്തെ ബിരിയാണി കൊടുക്കാൻ ആരാ
ഉള്ളത്. എന്റെ വാപ്പച്ചിയുണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് വീട്ടിന്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്ന രംഗം അല്ലാഹു നമ്മുടെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു പിതാവാണ്, 3 മക്കളുടെ ഉപ്പയാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത ഓരോ ദിവസവും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ സരസിലും അത് കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ് ദുആ ചെയ്ത് പിരിഞ്ഞു പോകുമ്പോ വല്ലാഹി ആണയിട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മനസ്സിൽ മരണത്തിന്റെ ചിന്ത എപ്പോഴും വരാറുണ്ട്. അത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. പാതിരാ സമയത്ത് ഇംഗ്ലീഷ് ഫിലിം കണ്ട് മൃഗങ്ങളെ പോലെ മലർന്നു കിടന്നിറങ്ങിയാ പോര മോനെ. കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് കള്ളു കുടിക്കാനും പെണ്ണ് പിടിക്കാനും സമയം ചെലവഴിച്ചാ പോര മോനെ. ചൂട് മാറുന്നതിന് മുമ്പ് റിലീസാകുന്ന പടം കാണാൻ പോയി ആ തിയേറ്ററിന്റെ മുമ്പ് പോയി മുദ്രാവാക്യം മുഴക്കുന്നത് ആണത്വമാണെന്ന് കരുതുന്ന മടയന്മാരെ, ആലോചിക്കുപോലെ എത്രയോ പേരെ അള്ളാഹു കിടത്തിക്കളന്നില്ലേ, എത്രയോ പേരെ പച്ചമണ്ണിന്റെ അകത്തേക്ക് അള്ളാഹു മണ്ണിട്ട് മൂടിയില്ലേ. എന്നിട്ട് തഴവയുടെ കുറ്റിപ്പുറത്ത് ഈ വാല് കേൾക്കാൻ വരാ ഇത്രത്തോളം യുവാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് തന്നില്ലേ. 1 കോടി പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാൽ മതിയാവൂല മോനെ. അതുകൊണ്ട് എന്നും ആ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവട്ടെ. ഹൃദയം തോന്നുന്നതെന്നാ